ഇന്ന് കുറച്ച് ബീഫ് കൊണ്ട് അച്ചാറുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ കഴുകി വാരി വൃത്തിയാക്കി വെള്ളം വാരാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടിയിട്ട് നല്ലപോലെ കുഴച്ച് വെക്കുക. നല്ലപോലെ മിക്സാക്കി വെക്കുക. വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ഇടാം. കുഴച്ച് വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം കുക്കറിലിട്ടിട്ട് ഒരു 4-5 വിസിൽ വെട്ടാം. അപ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ടാകാം. വെന്തതിന് ശേഷം അതും ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ച് അതിൻ്റെ വെള്ളം മുഴുവൻ വാർന്നു പോകണം. അതിന് ശേഷം നമുക്ക് ചീനച്ചട്ടി വെച്ച് ചീനച്ചട്ടി നല്ലപോലെ ചൂടാവണം. ചൂടായതിന് ശേഷം നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ എന്നും എള്ളെണ്ണ എന്നും പറയാം. ഒഴിച്ചു കൊടുത്ത് ഈ നമ്മൾ വേവിച്ച് വെച്ച് ഇറച്ചി അതിനകത്തോട്ടിട്ട് നല്ലപോലെ വറുത്ത് കോരി എടുക്കാം. നല്ല മുരുമുരാന്ന് വറുത്തെടുക്കണം. നല്ലപോലെ വറുത്താൽ മാത്രമേ ഇത് കുറേ നാൾ നിൽക്കുകയുള്ളൂ. നല്ലപോലെ വറുത്ത് കോരി അത് മാറ്റി വെക്കാം. അന്നേരത്തേക്ക് നമുക്ക് ഇതിന് ചേർക്കേണ്ട മസാലകൾ ഇത് വറുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് ചേർക്കുന്ന മസാലകളൊക്കെ ഉണ്ടാക്കി വെക്കാം. ഒരു 1.5 സ്പൂൺ ഉലുവയും കടുകും കൂടെ ഒന്ന് വറുത്ത് പൊടിച്ച് വെക്കാം. വറുത്തെന്ന് പറയുന്നത് ചെറുതാക്കി ചൂടാക്കിയിട്ട് അത് പൊടിച്ച് വെക്കാം. അതിൻ്റെ കൂടെ ഈ എണ്ണയിലോട്ട് ഒരു കായത്തിൻ്റെ കഷ്ണം കൂടി ഇട്ട് അതും മുരിച്ചെടുക്കാം. അത് നല്ലപോലെ എണ്ണയിലിടുമ്പോഴത്തേക്ക് നല്ലപോലെ മുരിഞ്ഞ് കിട്ടും. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം എടുത്ത് വെച്ചിരിക്കണം. വെളുത്തുള്ളി ഒരു 2 തുടം വെളുത്തുള്ളി അത് പൊളിച്ചത് വേണം. ഇഞ്ചി ഒരു കഷ്ണം വേണം. പച്ചമുളക് എല്ലാം ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടാകണം. നമ്മൾ ഈ ഉലുവയൊക്കെ പൊടിച്ചത് മിക്സിയിലിട്ട് കായവും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ പൊടിച്ച് വെക്കാം. അതിനുശേഷം ഈ എണ്ണയിലോട്ട് ഈ വറുത്ത് കോരി കഴിഞ്ഞ എണ്ണയിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. നല്ല ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് അത്രയ്ക്ക് മൂപ്പിക്കണം, അല്ലെങ്കിൽ കേടായി പോകും. അതിനുശേഷം ഈ മുളക് പൊടിയും കൂടി ഇടുക. മുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ആകുമ്പോഴത്തേക്ക് നല്ല ചുവപ്പ് കളർ വരും. വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി കുറവാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് മുളക് പൊടി കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വിനാഗിരി വേണം. ഒരു 1/2 ലിറ്റർ വിനാഗിരിയാണ് മേടിച്ചാൽ ഞാൻ അതിനകത്ത് 250 ml മാത്രമേ ചേർത്തിട്ടുള്ളൂ. വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. ഇത് തിളപ്പിച്ച് 1-2 തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ബീഫിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കാം. നല്ലപോലെ ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. അതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല പൗഡർ ഉണ്ടല്ലോ, കടുകും ഉലുവയെല്ലാം കൂടെ ചേർന്നത്, അതും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കി ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം. നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ച് വെക്കുന്നത് ഇത് കൂടുതൽ നാൾ ഇരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ചൊരു പുളിൻ്റെ ടേസ്റ്റ് വരാനും കൂടെയാണ്. കുറച്ച് ലൂസായിരിക്കും, അത് തണുത്ത് വരുമ്പോഴത്തേക്കും നല്ലതായി വരും. അപ്പോൾ ഈ ബീഫ് അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.